ഹായ് ഫ്രണ്ട്സ്, ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മലപ്പുറം റീച്ചിലാണുള്ളത്, രാമനാട്ടുകര വളാഞ്ചേരി റീച്ചിൽ. ഇവിടെ ഇപ്പോൾ ലൈൻ മാർക്കിംഗ് വർക്കൊക്കെ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 90% വർക്കുകൾ ഈ റീച്ചിൻ്റേതായി ഇതുവരെ പൂർത്തിയായിട്ടുണ്ട്. കോട്ടക്കൽ ബൈപ്പാസിലും അതുപോലെ കൂരിയാട് പാടത്തിൻ്റെ ഭാഗത്തും തലപ്പാറ വളവിലും പിന്നെ കാക്കഞ്ചേരിക്കും ചേലാമ്പ്ര സ്പിൻ മില്ലിനും ഇടയിലുള്ള അവിടെയുമാണ് വർക്ക് തീരാനുള്ളത്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ പുതിയ കുറച്ച് കാഴ്ചകളും അതുപോലെ ലൈൻ മാർക്കിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. വീഡിയോ എല്ലാവരും മുഴുവനായും തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ ലൈക്കൊക്കെ അടിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം ലൈൻ മാർക്ക് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പ്രാദേശിക റോഡ് വർക്കിൻ്റെ മേലെ തന്നെ ചെയ്യുന്നത് നമ്മൾ ഒരുപാട് കണ്ടതാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇടിമുക്കൽ ഭാഗത്ത് നിന്ന് രാമനാട്ടുകര ഭാഗത്തേക്കാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ലൈൻ മാർക്കിംഗ് നടക്കുന്നത്. ഒരുപാട് സ്ഥലത്ത് ഈ റീച്ചിൽ ലൈൻ മാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് ഞാൻ കാണിച്ചു തരാം. ലൈൻ മാർക്കിംഗ് എന്നുള്ളത് വളരെ പെട്ടെന്ന് തീരുന്ന ഒരു വർക്കാണ്. വേഗതയിലും വളരെ സൂക്ഷിച്ച് അളന്ന് മാർക്ക് ചെയ്ത് പോവേണ്ടതുണ്ട്. തെർമോപ്ലാസ്റ്റിക് എന്നാണ് ഈ ലൈൻ അറിയപ്പെടുക. ഇത് വരച്ച ഉടനെ തന്നെ സെറ്റാവും. ഒരു ദിവസം തന്നെ കിലോമീറ്ററുകളോളം ലൈൻ മാർക്ക് ചെയ്ത് തീർക്കും. ഒരു റോഡിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് അത് ലൈൻ മാർക്കിംഗ് ചെയ്തതിന് ശേഷമാണ്. ഇനി ഈ മാർക്കിങ്ങിനോട് ചേർന്ന് റെഡ്, യെല്ലോ, വൈറ്റ് കളേഴ്സ് റിഫ്ലക്റ്റീവ് സ്റ്റഡുകൾ സ്ഥാപിക്കും. അതായത് രാത്രി ലൈൻ കാണാത്ത പ്രശ്നത്തിന് സ്റ്റഡുകൾ പരിഹാരമാവും. പിന്നെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ രാത്രിയിലും അതിമനോഹരമായിരിക്കും ഈ ദേശീയപാത 6 വരി ഇങ്ങനെ കാണാൻ. പ്രത്യേകിച്ച് മലപ്പുറത്ത്, കാരണം മലപ്പുറത്ത് നമുക്ക് സർവീസ് റോഡിലൂടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴത്ത് കൂടെ 6 വരി ആ സ്ട്രീറ്റ് ലൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റഡിൻ്റെ വെളിച്ചൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും രാത്രിയിൽ ദേശീയപാത ഈ മലപ്പുറത്തെ സൈഡിൽ കാണാൻ കഴിയും. കാരണം ഇവിടെ സർവീസ് റോഡ് മേലെയാണ്, ഹൈവേ താഴെയാണ്. ശരിക്കും ഒരു വിദേശ റോഡ് ലുക്കാണ് ഇവിടെ. രാത്രിയിലായിരിക്കും ഇവിടുത്തെ കാഴ്ച വളരെ സൂപ്പറായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഈ റീച്ചിൻ്റെ ഉദ്ഘാടനം അധികം വൈകില്ല. എല്ലാവരും ടോൾ കൊടുക്കാൻ റെഡി ആയിരുന്നുള്ളൂ. വെട്ടിച്ചിറയിൽ ടോൾ പ്ലാസയും റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാറും ലോറിയും ബസ്സും ഒക്കെ ഉള്ളവർ ടോൾ കൊടുക്കട്ടെ. നമ്മൾ പാവങ്ങൾ ഇരുചക്രങ്ങൾക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ വാഹനങ്ങൾ, പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവർ കറക്റ്റ് ലൈൻ മാർക്ക് നോക്കി വേണം വാഹനം ഓടിക്കാൻ. മാർക്കിങ്ങും സിഗ്നലും ഒക്കെ തെറ്റിക്കുന്നവർക്ക് നല്ല ഫൈൻ അടയ്ക്കേണ്ടി വരും. എത്ര അർജൻ്റ് ആണെങ്കിലും ലെഫ്റ്റ് സൈഡിലെ ഒന്നാമത്തെ ട്രാക്ക് അല്ലാതെ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കാൻ പറ്റില്ല. മറ്റു വാഹനങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാൻ രണ്ടാമത്തെ ട്രാക്ക് ഉപയോഗിക്കാം. മൂന്നാമത്തെ ട്രാക്ക് എമർജൻസി വാഹനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇതൊന്നും നോക്കാതെയാണ് നമ്മുടെ നാട്ടിൽ ആളുകൾ വാഹനങ്ങൾ ഓടിക്കുന്നത്. എന്നാൽ ഇനി അങ്ങനെ പറ്റില്ല. അങ്ങനെ ഓടിച്ചാൽ പിടി വീഴും. അത്യാധുനിക നിലവാരമുള്ള ക്യാമറകളാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. തോന്നുംപടി ആർക്കും ഇനി പോകാൻ പറ്റില്ല. പോയാൽ നല്ലൊരു തുക ഫൈൻ പോകും. ഡിജിറ്റൽ സൈൻ ബോർഡുകളും ദിശാ ബോർഡുകളും അതുപോലെ എത്ര സ്പീഡിൽ പോകണമെന്ന് കാണിക്കുന്ന ബോർഡുകളുമൊക്കെ ഈ റീച്ചിൽ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കൂരിയാട് പാടത്തിനടുത്താണ്. കൂരിയാട് അണ്ടർപാസിനും കുളപ്പുറം ഓവർപാസിനുമിടയിൽ വലിയ പാടത്തിനിടയിലൂടെയാണ് ഹൈവേ കടന്നു പോകുന്നത്. ഒരു വലിയ കൾവേട്ടും പിന്നെ ഒരു പാലവും ഇതിനിടയിലുണ്ട്. വളരെ ഉയരത്തിൽ മണ്ണിട്ടുയർത്തിയാണ് വർക്ക് മുന്നോട്ട് പോകുന്നത്. പാലത്തിനും കുളപ്പുറം ഓവർപാസിനും ഇടയിൽ
ടാറിംഗ് വർക്കിലേക്ക് നീങ്ങിയിട്ടുണ്ട്. തലപ്പാറ വളവിലെ പാലത്തിൻ്റെ വർക്കും അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലത്തിൻ്റെ ഒരു ഭാഗം വാഹനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന പാലം പൂർണ്ണമായും ഒഴിവാക്കിയാണ് ഇവിടെ പുതിയ പാലം വന്നിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്കും ഇനി നടക്കാനുണ്ട്. അപ്പുറത്തെ സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞതാണ്. അപ്പോൾ അതിലൂടെ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പോകുന്നുണ്ട്. ഇപ്പോൾ ഈ പാലത്തിൻ്റെ ഒരു സൈഡിൽ കൂടെ നേരെ തിരിച്ചങ്ങോട്ടേക്കുള്ള തൃശ്ശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങളും പോകുന്നുണ്ട്. കാക്കഞ്ചേരിക്കും സ്പ്രിംഗ് മിൽ ഓവർപാസിനും ഇടയിലെ വർക്കും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുന്നക്കിടിച്ച സൈഡിൽ വലിയ മതിലൊക്കെ കെട്ടി സർവീസ് റോഡിൻ്റെ നിർമ്മാണം നേരത്തെ തന്നെ തീർന്നതാണ്. ബ്രിക്സ് വാൾ കെട്ടി മണ്ണിട്ട് 6 വരി പാത നിർമ്മാണമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മെയ് അവസാനത്തോടെ റീച്ചിൻ്റെ വർക്ക് മുഴുവനായും തീരുമെന്നാണ് കേൾക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ കാക്കഞ്ചേരി, തലപ്പാറ വളവ്, കൂരിയാട് പാടം, പിന്നെ കോട്ടക്കൽ ബൈപ്പാസ് എന്നിവിടങ്ങളിലാണ് വർക്ക് ഈ റീച്ചിൽ അവശേഷിക്കുന്നത്. കോട്ടക്കൽ ബൈപ്പാസിലൊക്കെ പ്രധാന വർക്കുകൾ തീർത്തിട്ടുണ്ട്. അവശേഷിക്കുന്ന വർക്ക് അടിപൊളി വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.